വിൽസൺ വണ്ടിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൽ. കൊച്ചിയുള്ള റോയൽ ഡ്രൈവിൻ്റെ മുന്നിലാണുള്ളത്. നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ ഒരു ഫിയറ്റ് 500, അതായത് ഫിയറ്റിൻ്റെ കാറ് വീഡിയോ ചെയ്യാനാണെന്ന് റോയൽ ഡ്രൈവിൽ എത്തിയുള്ളത്. അപ്പോൾ പലരും ചിന്തിക്കും, റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ലക്ഷറി കാറുകൾ വിൽക്കുന്ന ബ്രാൻഡല്ലേ, അവർ ഈ ഒരു ഫിയറ്റിൻ്റെ കാറൊക്കെ വിൽക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ അതിന് മാത്രം വാല്യൂ ഉള്ളൊരു കാറ് ഫിയറ്റ് ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. ആ ഒരു മോഡൽ വളരെ കുറേ വിറ്റിട്ടുള്ളൂ. അതിലൊരെണ്ണം നമുക്ക് ഇന്നിവിടെ റോയൽ ഡ്രൈവിൽ അവൈലബിൾ ആണ്. ആർക്കും വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. ഇപ്പോൾ എനിക്കും വാങ്ങാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഫിയറ്റ് 500 എന്ന് പറയുന്നത്. കളറ് അതുപോലെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളും നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് റോയൽ ഡ്രൈവ് പോലെ ഒരു പ്രീ ഓൺഡ് ലക്ഷറി ബ്രാൻഡിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ ഷോറൂമിൽ നമുക്കിത് കാണാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നൊരു കുഞ്ഞൻ സാധനം പോലെയല്ല. ആൾ ഇത്തിരി ഭീകരനാണെന്ന് പറയാം. നമുക്ക് മിനി കൂപ്പർ അതുപോലെ തന്നെ ഫോക്സ്വാഗൻ ബീറ്റിലിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ വേണമെങ്കിൽ ഒരു പടി അതിനേക്ക് മുകളിൽ ഇവനെ വെക്കുമെന്ന് പറയാം. കാരണം പെർഫോമൻസ് ബാക്കിയുള്ള അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടൊന്നല്ല, ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അതായത് നമ്മുടെ പണ്ടത്തെ രഞ്ജി പണിക്കർ സിനിമയിലുള്ള ഡയലോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പിറന്ന ഒരു മോഡലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇറങ്ങിയ നാൾ മുതൽ ഇന്നേ വരെ ഒരു ചേഞ്ചും ഇതിന് വന്നിട്ടില്ല. ആ ഒരു ലെഗസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഫിയറ്റിൻ്റെ ഒരു 500 എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ 70s ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചാണ് ഫിയറ്റ്. അതിനുശേഷം 2004 ജനീവ ഓട്ടോ ഷോയിൽ ഇതിൻ്റെ ഒരു മോഡൽ അവർ അവതരിപ്പിക്കും. എല്ലാവരും നല്ല അഭിപ്രായം കിട്ടിയപ്പോൾ ഫിയറ്റ് വിചാരിച്ചു എന്നാൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി കളയാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ളൊരു വാഹനം മാർക്കറ്റിലെത്തിയത്. അതിൽ 2008 ഇന്ത്യയിലെത്തിയത്. നമ്മൾ ഈ കാണുന്നത് അതിൽ പെട്ട ഏറ്റവും ആദ്യത്തെ വാഹനങ്ങളിലൊന്നും, അതായത് 2008 മോഡൽ വാഹനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. 2 വേരിയൻറ്റിലായിരുന്നു ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. സ്പോർട്ട് അതുപോലെ തന്നെ ലോഞ്ച് എന്നിങ്ങനെ 2 വേരിയൻ്റാണ്. അതിൽ ലോഞ്ച് എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് സൺറൂഫ് പരിപാടികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഡിസൈൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വെച്ചാൽ ബീറ്റിലാണെങ്കിലും അതുപോലെ തന്നെ മിനി കൂപ്പർ ആണെങ്കിലൊക്കെ ഡിസൈനൊക്കെ ഒരുപാട് മാറ്റി. അതായത് ഇപ്പോൾ മിനി കൂപ്പറിൻ്റെയൊക്കെ ഓണർ തന്നെ മാറിയെന്ന് പറയും. അതായത് BM ഒക്കെ ഏറ്റെടുത്തു. അതിനുശേഷം അവർ കുറച്ചുകൂടി ബൾക്കിയല്ല. ഇതിപ്പോൾ നമ്മൾ കാണുന്ന പോലെ കൺട്രി മാൻ അതുപോലെ ക്ലബ് മാൻ എന്നൊക്കെ തുടങ്ങിയുള്ള വളരെ വലിപ്പം കൂടിയ വണ്ടികളൊക്കെ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരു പണ്ടത്തെ ഒരു ക്യാരക്ടർ എന്നൊക്കെ വിട്ടുപോയെന്ന് പറയാം. പക്ഷേ ബീറ്റിലാണെങ്കിൽ നമുക്ക് ഗോൾഫിൻ്റെ ചേസ് കാര്യങ്ങളിലേക്കൊക്കെ എത്തി. അത്രയും സൈസ് വന്നു. പക്ഷേ അന്നും ഇന്നും ഫിയറ്റ് 500 തന്നെയാണ്. ആര് കണ്ടാലും ഒറ്റ വാക്കിൽ പറയും, നമുക്ക് സംശയ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് എൻ്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് റെട്രോ ലുക്കുള്ള ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ തന്നെയാണ്. വളരെ കുഞ്ഞൻ രൂപമാണ്. ഒരു 3 ഡോറാണ്. അപ്പോൾ ഈ വാഹനം ഇന്ത്യയിൽ സക്സസ് ആണോ ചോദിച്ചാൽ അല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അത്യാവശ്യം പ്രൈസ് ആയിരുന്നു. കാരണം കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് ആയിട്ട് CB യൂണിറ്റ് ആയിട്ട് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള മോഡൽസ് ആണ് എന്ന് പറയാം. ഒരു വർഷത്തിൽ 100 വാഹനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ളൊരു വലിയ ടാർഗറ്റോട് കൂടിയിട്ടാണ് ഫിയറ്റ് ഇന്ത്യയിൽ ഈ ഒരു വാഹനം അവതരിപ്പിച്ചത്. പക്ഷേ അവർക്കൊരു 41 വണ്ടികളൊക്കെ വിൽക്കാനായിട്ട് സാധിച്ചുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയുള്ളൊരു ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കേട്ടോ. അപ്പോൾ അതിൽ അതിശയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 3 ഡോർ വാഹനമൊക്കെ ഇന്ത്യയിൽ ആ സമയത്ത് ഒരു 12-13 കൊല്ലം മുമ്പൊക്കെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മാരുതിക്ക് പോലും സാധിക്കാത്ത കാര്യമെന്ന് പറയാം. കാരണം ഓൾറെഡി ജെന്ന് കാർബണൊക്കെ നമുക്കറിയാവുന്നതാണ്, ഫ്ലോപ്പായിട്ടുള്ള മോഡൽസാണ്. ഇപ്പോൾ മാർക്കറ്റ് ഉണ്ടെങ്കിൽ പോലും ആ സമയത്തൊന്നും വാങ്ങാൻ ആളില്ലാതെ വില കുറച്ച് വരെ വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള മോഡൽസാണ്. അപ്പോൾ മാരുതിക്ക് പോലും സാധിക്കാത്തൊരു സാധനം ഫിയറ്റ് ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് നേടാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. എന്തായാലും അതുപോലെ തന്നെയാണ് സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വാഹനം എന്തായാലും അത്ര വലിയൊരു വിജയോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഒരു 15 ലക്ഷം എറൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഒരു ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്നത്, ഷോറൂം പ്രൈസ് ആ സമയത്ത്. അത് 10-ന് താഴേക്കൊക്കെ വന്നു അവസാനം വാഹനങ്ങൾ വിറ്റ് തീർക്കാനായിട്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഫിയറ്റ് എത്തി. പക്ഷേ വീണ്ടും അതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ കൂടി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആ സമയത്ത് വാങ്ങിയതിനേക്കാളും വിലയിലാണ് ഇപ്പോൾ ഈ ഒരു വാഹനം ആളുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ മോഡൽസേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൺറൂഫ്. അതായത് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സൺബ്ലൈൻഡ് മാത്രം ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം ഒരു ഹാഫ് സൺറൂഫിൻ്റെ ഒരു ജോലി അത് ചെയ്യുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. നമുക്ക് ഇൻറ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഓണർ എന്ന് പറഞ്ഞാൽ. ഓൾറെഡി ബാക്കി എല്ലാം എക്സ്റ്റീരിയർ കംപ്ലീറ്റ് സ്റ്റോക്കാണ് കേട്ടോ. ഒരു ചേഞ്ച് നമുക്ക് പറയാനില്ല. ഇങ്ങനെ തന്നെയാണ് കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ്. പ്രധാനമായിട്ട് നമുക്ക് 3 ലൈറ്റ്സാണ് മുൻവശത്തുള്ളത്. എല്ലാം റൗണ്ട് ഷേപ്പാണ്. ഇത് നമ്മുടെ ഹെഡ് ലാമ്പ് ഡിമ്മാണ്. അതിന് മുകളിലായിട്ട് ഇൻഡിക്കേറ്റർ കാണാം. അതിന് താഴെയായിട്ട് ഹൈ ബീമാണ്. ഇതും 2 ഹെഡ് ലാമ്പാണ്. ഇത് ഹൈ ബീം, അത് ലോ ബീം. പിന്നെ ഫോഗ് ലാമ്പ്, കുഞ്ഞ് ഫോഗ് ലാമ്പാണ്. ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയി. നമ്മുടെ മാഗ്നൈറ്റിലും അതുപോലെ ലക്ഷറി വണ്ടികളിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള കുഞ്ഞൻ ഫോഗ് ലാമ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആ സമയത്ത് ഒരു 13-14 കൊല്ലം മുമ്പ് തന്നെ ഫിയറ്റ് ഇത്തരത്തിലുള്ള കുഞ്ഞ് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഒരു വാഹനങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ബമ്പറിൻ്റെ അവിടെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. ഫിയറ്റിൻ്റെ ലോഗോയുടെ 2 സൈഡിലും നമുക്ക് ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. ഇറ്റലി ആ ഫ്ലാഗ് അതൊക്കെ എക്സ്ട്രാ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊന്നും വണ്ടിയിൽ സ്റ്റോക്കിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അത്തരത്തിലൊരു ലുക്കാണ്, ഒരു കുഞ്ഞ ട്യൂബാണ് നമുക്ക് ഫിയറ്റ് 500 വരുന്നത്. 11 കളേഴ്സിൽ ആ സമയത്ത് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിരുന്നു. അതുപോലെ ഇൻറ്റീരിയറിൽ നമുക്ക് പല കളേഴ്സും ചൂസ് ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പോൾ ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ വന്നുള്ളത്. 15 ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ്. അലോയ്സ് ഒരു ക്ലാസിക് ലുക്കിൽ തന്നെയാണ് നമുക്ക് അലോയ്സും വന്നുള്ളത്. 500 എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. അതിൻ്റെ വീൽ ക്യാപ്പൊക്കെ സെറ്റ് ചെയ്ത രൂപം നോക്കിയാൽ പണ്ടത്തെ ഒരു ഫീൽ തരാനായിട്ടുള്ള
പരിപാടികളൊക്കെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 195 55 പ്രൊഫൈലുള്ള 15 ഇഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പണ്ട് 70s ഇറങ്ങിയ നമ്മുടെ 500ൻ്റെ സെയിം രൂപത്തിലാണ് ഇപ്പോഴും ഈ ഒരു വാഹനം ഇറക്കുന്നത്. പക്ഷേ ആധുനികമായിട്ടുള്ള ടെക്നോളജി കാര്യങ്ങൾ, ഇപ്പോൾ എഞ്ചിൻ, ഇപ്പോൾ ഇതിന് 500 എന്നുള്ള പേര് വരാൻ കാരണം തന്നെ നമുക്ക് ഇതിന് ആദ്യം ഇറങ്ങിയിരുന്ന ഫിയറ്റ് 500ന് 500 cc എഞ്ചിനായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഫിയറ്റ് 500 എന്ന് വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1.3 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു ലെഗസി, അതിൻ്റെ ഒരു സോള് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫിയറ്റ് ഒരു വാഹനം ഇപ്പോഴും മാർക്കറ്റിൽ എത്തിക്കുന്നത് എന്നുള്ളതിന് ഒരു ബിഗ് ലൈക്ക് ഫിയറ്റിന് കൊടുക്കാം. വിങ് ടൈപ്പ് മിറേഴ്സ് വന്നിട്ടുണ്ട്, ക്രോം ഡോർ ഹാൻഡിൽസ്, ക്രോമിൽ തന്നെയുള്ള ഒരു ഷോൾഡർ ലൈൻ വന്നിട്ടുണ്ട്. 2 ഡോർ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ഡോറുള്ളതും വളരെ വലിയ ഡോറാണ് കേട്ടോ, ഹ്യൂജാണ്. അത് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെരിഞ്ഞ് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് തള്ളി തുറക്കാൻ അത്യാവശ്യം നല്ല ആരോഗ്യം വേണമെന്ന് പറയാം. അത്രയും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഡോറിൽ മാത്രമല്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഹുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക സോളിഡാണ്, താഴേക്ക് പോയില്ല എന്ന് പറയാം, അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു ഇമ്പോർട്ടഡ് വാഹനമാകുമ്പോൾ, ഒരു ഇറ്റലിയിലും നിർമ്മിച്ചിറക്കിയുള്ള ഒരു വാഹനമാകുമ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എന്ന് പറയാം. ഇനി റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീഫോഗർ, വൈപ്പർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ സ്പോയിലർ ഇല്ല. സ്പോയിലർ നമുക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ലോഞ്ച് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കമ്പനി സ്പോയിലർ കൊടുത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്രോം കണ്ടില്ല, നമ്മൾ ഷോൾഡർ ലൈൻ കണ്ടതും അതുപോലെ ഫ്രണ്ടിലെ ബമ്പറിൽ കണ്ട ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളെല്ലാം ഈ ഒരു ലോഞ്ചിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. സ്പോട്ട് എന്നുള്ള വേരിയൻ്റ് നിങ്ങൾ എടുത്തെങ്കിൽ നമുക്കത് കിട്ടില്ലായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു തുടർച്ചയായിട്ട് ഫ്രണ്ടിലത്തെ തുടർച്ചയായിട്ട് പുറകിൽ നമുക്കൊരു ബമ്പറിൽ ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. ടൈൽ ലാമ്പ് യൂണിറ്റൊക്കെ സെയിം തന്നെയാണ്, അതിനൊന്നും ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. 500 എന്നുള്ളൊരു ബാഡ്ജിങ് നമ്മുടെ ഒരു ബൂട്ട് ലീഡിൻ്റെ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ബൂട്ട് ലീഡ് ഓപ്പണറിൻ്റെ ആ ഏരിയയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഫിയറ്റിൻ്റെ ലോഗോ നമുക്കെല്ലാം സെയിം ആണ് കേട്ടോ, അത് നമ്മുടെ പുന്തോലുള്ള അതേ ലോഗോ തന്നെയാണ് ഫിയറ്റിൻ്റെ ലോഗോ എന്ന് പറയാം. അപ്പോൾ ബൂട്ട് ഇതാണ് വന്നുള്ളത്. അത്യാവശ്യം പുറമെന്ന് കാണുമ്പോൾ നമുക്ക് കുഞ്ഞു വണ്ടിയാണ്, സബ് 4 മീറ്റർ വാഹനമാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. ഒരു 14 ഇഞ്ചാണ് സ്പെയർ വീൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം 175 65 പ്രൊഫൈലുള്ള 14 ഇഞ്ചാണ്. ഇതുവരെ എന്തോ എക്സ്ട്രാ ഫിറ്റിങ്ങിന് ആംപ്ലിഫയർ പുറത്തെന്തോ സാധനം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിയറ്റ് 500ൻ്റെ ബൂട്ട് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വന്നുള്ളത്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അതായത് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത സാധനം ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ കൊടുത്തുള്ളത് ഇവിടെയാണ്. അത് ഈ ഭാഗത്താണ് നമ്മൾ സാധാരണ കാണാറുള്ളതല്ല. അപ്പോൾ അത് അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ടുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ സാധാരണ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന എഞ്ചിൻ കാണാനായിട്ട് ഇവിടെ അല്ലേ, അതിൻ്റെ ലിവർ അവിടെ അല്ല, അതിൻ്റെ ലിവർ അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ, അതായത് വിദേശത്ത് നിന്ന് നിർമ്മിച്ച് വന്നതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിനൊക്കെ ഒരു ക്രോം ഫിനിഷാണ്. പക്ക നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ, വളരെ സോൾഡ് ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ കളേഴ്സ് മൊത്തം, അതായത് നമുക്ക് ഈ ഒരു ആംറസ്റ്റിൻ്റെ ഭാഗത്തും അതുപോലെ അപ്പോൾസ്റ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ആണ് കേട്ടോ. ഇത് വൈറ്റ് കളറിലാണ്. അതായത് ഈ ഹെഡ് റെസ്റ്റ് കണ്ടോ നിങ്ങൾ, ഈ ഒരു ഹെഡ് റെസ്റ്റ് സെയിം കളറായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് എന്ന് പറഞ്ഞാൽ. ലെതർ കാര്യങ്ങളൊന്നും ഫാബ്രിക് അപ്പോൾസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ വൈറ്റ് ആയിരുന്നു. എനിക്കൊന്നും നല്ല രീതിയിൽ ചളിയായപ്പോൾ അടുത്തപ്പോൾ അവരത് ഒരു സീറ്റ് കവർ അടിച്ചിട്ടതായിരിക്കണം എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ലോഞ്ച് എന്ന് പറഞ്ഞ വേരിയൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഫുൾ ഇൻറ്റീരിയർ വൈറ്റ്, അതായത് സ്റ്റിയറിംഗ് വീൽ വൈറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വൈറ്റ് ആണ്. ഇൻറ്റീരിയർ ഈ ഒരു ഏരിയ നമ്മൾ കാണുന്നത് മൊത്തം വൈറ്റ് ആണ് ഉണ്ടായിരുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ വെച്ച് പാടാണ് എന്നുള്ളത് കൊണ്ട് നല്ല രീതിയിൽ ചളി സീറ്റിലായപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ മാറ്റിയതായിരിക്കണം. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലും തരുന്നുണ്ട് എന്ന് പറയാം. ആ ഒരു റൗണ്ട് ഷേപ്പുകൾ തന്നെയാണ് എല്ലായിടത്തും കാണാനുള്ളത്. നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഭാഗങ്ങളാണെങ്കിൽ ലോഗോ ഏരിയ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒറ്റ മീറ്റർ, അതായത് ഒരുപാട് മീറ്ററിൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നും നിരത്തി വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒരൊറ്റ ഡയലെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കീ എന്ന് പറഞ്ഞത് ഇതാണ്, ഒരു ഫ്ലിപ്പ് കീ ആണ്. അതിൽ ഫിയറ്റിൻ്റെ ഇതാണ് നമുക്ക് ഫോൾഡിങ് പ്രസ് ചെയ്യേണ്ടത് കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക്, ടൈം, ഡേറ്റ്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അങ്ങനെ അഡ്വാൻസ്ഡുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കാണാനുണ്ട് എന്ന് പറയാം. പിന്നെ ഇത് റേഡിയോ വരുന്നുണ്ട്. ഇതൊക്കെ ആ കാലത്ത് വോയിസ് ഇനേബിൾഡ് റേഡിയോ ആണ് വന്നിട്ടുള്ളത്. അതും മൈക്രോസോഫ്റ്റുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വിൻഡോസ് മൊബൈൽ മൈക്രോസോഫ്റ്റ് എന്നുള്ള ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വോയിസ് ഇനേബിൾ, അതായത് വോയിസ് അസിസ്റ്റൻറ്റോട് കൂടിയിട്ടുള്ളൊരു മ്യൂസിക് പ്ലെയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് പറഞ്ഞാൽ മതി പാട്ട് പ്ലേ ചെയ്യാനും പരിപാടികൾക്ക്. അതുപോലെ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ SMS ഒക്കെ വാഹനം റീഡ് ചെയ്ത് തരിക, അങ്ങനെയുള്ള അഡ്വാൻസുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിതിലുണ്ടായിരുന്നു. 2008 കഥയാണ് കേട്ടോ പറയുന്നത്. അന്ന് തന്നെ വോയിസ് അസിസ്റ്റ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് നമ്മുടെ വിൻഡോസ് മൊബൈൽ എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു USB ചാർജിങ് പോർട്ടാണിത്. അത് ക്ലോസ് ചെയ്യാനുള്ളൊരു ബട്ടൺ കണ്ടോ, നൈസ് അല്ല, അത് ആവശ്യമില്ലാത്ത സമയത്ത് അടച്ചു വെക്കുക, കാരണം അതിലേക്ക് പൊടി കാര്യങ്ങളൊന്നും ഇറങ്ങില്ല. അടിപൊളിയാണ്. ഇപ്പോൾ സിഗരറ്റ് ലൈറ്റർ പുറത്തുനിന്നുള്ള വാഹനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ രസകരമായിട്ടുള്ള മറ്റൊരു സാധനം എന്ന് പറഞ്ഞതേ ഇവിടെ ഉണ്ട്, ഒരു സ്റ്റോറേജ് സ്പേസ് നൈസായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ആ സൈഡിലായിരിക്കും, പാസഞ്ചർക്കായിരിക്കും ഇത്
കൊടുത്തിട്ടുണ്ടാവുക. നമ്മുടെ ഇവിടെ ഇറക്കിയപ്പോൾ അത് സൈഡ് മാറിപ്പോയതായിരിക്കണം. കാരണം ഡ്രൈവർക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജിൻ്റെ ആവശ്യം വരുമോ എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇത്രയും കുഞ്ഞു വാഹനത്തിൽ 6 എയർ ബാഗുകളാണ് നമ്മുടെ ഫിയറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാഡ്ജിങ് ഇവിടെയൊക്കെ നമുക്ക് കാണാം എയർ ബാഗ് എന്നുള്ളൊരു ബാഡ്ജിങ്. അതുപോലെ നീ എയർ ബാഗ് വരുന്നുണ്ട്. അതൊക്കെ ആ സമയത്ത് ഞെട്ടിക്കുന്ന ഫീച്ചറാണിത്. ഇവിടെ അതിൻ്റെ ഒരു എയർ ബാഗ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റോറേജ് സ്പേസുകളൊക്കെ നിരവധിയുണ്ട്. AC വെൻറ്റും നമുക്കൊരു റൗണ്ട് ഷേപ്പാണ്. അതിൻ്റെ കൺട്രോൾസ് നമ്മുടെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് കൺട്രോൾസൊക്കെ റൗണ്ട് ഷേപ്പാണ് വന്നിട്ടുള്ളത്. AC കൺട്രോൾസ് മൊത്തം റൗണ്ട് ഷേപ്പാണ്. അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. ആ കാലത്തുള്ള കഥയാണ് പറയുന്നത്. അതും കൂടി ആലോചിക്കണം. പിന്നെ പവർ വിൻഡോസ്, അത് നല്ല സ്പീഡുണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 1 ടച്ച് ഡൗൺ ഉള്ള അത്യാവശ്യം സ്പീഡുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോട്ടർ തന്നെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. കാരണം വിൻഡോ വളരെ വലുതാണ്. ഡോർ വലുതായതുകൊണ്ട് തന്നെ വിൻഡോയും വളരെ വലുതാണ് എന്ന് പറയാം. പിന്നെ ഹസാർഡ് ലൈറ്റ്, ഇത് ഫോഗ് ലാമ്പ് ഓൺ ഓഫ്. പിന്നെ സ്റ്റിയറിങ്ങിന് 2 മോഡുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. സിറ്റി നോർമൽ എന്നിങ്ങനെ 2 റൈഡ് മോഡ് നമുക്ക് സ്റ്റിയറിങ്ങിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെലക്ടറാണ് ഇത്. അതായത് സിറ്റിയിലാകുമ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആവും സ്റ്റിയറിംഗ് വീല്, നമുക്ക് നോർമലാകുമ്പോൾ കുറച്ചുകൂടി ഹെവി ആവും. ആ രൂപത്തിലുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് 500 എന്നൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വന്നിട്ടുണ്ട്. പിന്നെ ഇത് മാപ്പ് ലാമ്പ്, ഒരു വൈറ്റ് പ്രകാശത്തോടുള്ള അടിപൊളി ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാം. അത് തുറക്കാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം യൂസ്ഫുൾ ആണ്. വളരെ വലിയൊരു റൂഫ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഗ്ലാസ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ഗിയർ ലിവർ ഉണ്ടോ, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ട് മാത്രമേ ഈ ഒരു വാഹനം നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗിയർ ലിവർ ഡാഷ്ബോർഡിൽ തന്നെ മൗണ്ട് ചെയ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. അടിപൊളി സാധനമല്ലേ. ഇനി പുറകിലേക്ക് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 3 ഡോർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പുറകിലേക്ക് ഇത്ര സ്പേസ് ഉണ്ട് എന്നറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തീരെ സ്പേസ് ഇല്ല എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇരുന്ന് നോക്കാം. അതിൻ്റെ ഹെഡ് റെസ്റ്റ് നിങ്ങൾ നോക്കി, മൊത്തം റൗണ്ട് ഷേപ്പാണ്. റൗണ്ടിലുള്ള ഹെഡ് റെസ്റ്റാണ് 4 കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഉണ്ടോ ഒരു ഹുക്ക്, നമ്മുടെ കോട്ടിനുള്ള ഹുക്ക് വരെ കൊടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം നമുക്കൊരു റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിലേക്കൊന്ന് ഇരുന്ന് നോക്കാം. നമുക്ക് ആ ഒരു പാസഞ്ചർ സൈഡ് ഒന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രോസാണ്, വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സീറ്റ് ഫുള്ളായിട്ട് ഇപ്പോൾ ബാക്കിലാണ്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് ഈ ഒരു ലിവർ നമ്മൾ പുള്ള് ചെയ്താൽ നമുക്ക് കയറാനുള്ള ചെറിയൊരു സ്പേസ് കിട്ടും. അങ്ങനെ നമ്മൾ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കുകയെന്ന് പറയട്ടതാണ്. അത്യാവശ്യം 6 അടിയായിട്ടുള്ള എനിക്ക് ജസ്റ്റ് ഓക്കെ എന്ന് പറയാവുന്ന രൂപത്തിലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ ഗ്ലാസ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ആക്സിലേറ്റ് അവർ വെച്ചുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്പീക്കർ ആയിരിക്കണം. എന്തായാലും വളരെ മോശമായി പോയി അതിൻ്റെ ഒരു പ്ലേസിംഗ് തോന്നുന്നു. അങ്ങനെയൊന്നും വെക്കേണ്ടത്. കാരണം അത് വാങ്ങിയ സമയത്ത് അവർ ഒരു നോർമൽ കാർ ഉപയോഗിക്കാൻ മേടിച്ചു എന്നുള്ളൊരു കൺസെപ്റ്റിൽ മേടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് ഇത്തരത്തിലൊരു കളക്റ്റബിൾ ഐറ്റമായി മാറുമെന്നുള്ളത് ഉപയോഗിച്ചവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വണ്ടിയൊന്നും മാറ്റി. ഇന്ന് ഇത് വാങ്ങുന്നവരാണെന്ന് എങ്ങനെയാണ് ഒറിജിനൽ സാധനം ഉണ്ടായിരുന്നത് അതുപോലെ കൊണ്ടു നടക്കാനേ ശ്രമിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ അത്യാവശ്യം ഹാർഡാണ് ഇതിൻ്റെ ഒരു ഹെഡ് റെസ്റ്റ് വന്നുള്ളത്. പക്ഷേ അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കംപ്ലൈൻറ്റ് പരിപാടികളൊന്നും പറയാനില്ല. അപ്പോൾ ഈ കുഞ്ഞ് സ്പേസിലാണ് നമുക്ക് 6 എയർ ബാഗ് വരുന്നത് കേട്ടോ. അടിപൊളിയല്ലേ, ഒന്നും പറയാനില്ല. 2008 6 എയർ ബാഗോട് കൂടിയിട്ടൊരു വണ്ടി. ഫിയറ്റിന് ഒരു ലേക്ക് കൂടി നിങ്ങൾ പോയതിൻ്റെ ഒരു വിഷമം കൂടി ഒരു സമയത്ത് അറിയിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടതൊക്കെ സ്പെഷ്യൽ സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹുഡ് തുറന്നു നോക്കിയാലാണ് ഇനി സ്പെഷ്യൽ അല്ലാത്തൊരു കാര്യം കാണാനായിട്ട് സാധിക്കുക. അതായത് നമുക്ക് ഒരുപാട് നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇതിന് അകത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തുറന്നാൽ മൾട്ടി ജെറ്റ്, അതെ മൾട്ടി ജെറ്റ് എഞ്ചിനാണ്. നമ്മൾ പുന്തോലും ലീനിയയിലും അതുപോലെ തന്നെ നമ്മുടെ സ്വിഫ്റ്റിലും എർട്ടിഗയിലും ബ്രസയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു 1.3 ലിറ്റർ മൾട്ടി ജെറ്റ് എഞ്ചിനാണ്. പക്ഷേ അതൊക്കെ നമ്മൾ അഴിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നായിരിക്കില്ല. അതായത് ഈ സാധനം ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ അതിൽ ചില സ്പെയർ പാർട്ട് കാര്യങ്ങളൊക്കെ ചില സ്പെയറൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും പവർ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 75 HP ആണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. 140 എണ്ണം ടോർക്ക്, അത്തരത്തിലേക്കാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സൊക്കെ വരുന്നത്. മൾട്ടി ജെറ്റ് എഞ്ചിനാണെങ്കിൽ പോലും ചില സ്പെയറൊക്കെ മാറ്റം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി അതിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 20-നടുത്ത് വാഹനങ്ങൾ ഇന്ത്യ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഈ മോഡൽസ് കേട്ടോ. അത്രയും മോഡലുകൾ ഇന്ത്യ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു മൾട്ടി ജെറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഫിയറ്റിൻ്റെ. അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആരെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ലൈഫ് ടൈം ഇത് റണ്ണിങ് കണ്ടീഷനിൽ കൊണ്ടുനടക്കാനുള്ള ഒരു സ്പെയർ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു എഞ്ചിനോട് കൂടിയിട്ടാണ് ഫിയറ്റ് 500 വന്നിട്ടുള്ളത്. അപ്പോൾ റോയൽ ഡ്രൈവിൽ ഇപ്പോൾ വന്നാൽ ഈ ഒരു കളക്റ്റബിൾ ഐറ്റം സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വന്നാൽ മതി. ആസ്കിംഗ് പ്രൈസ് അവർ ചോദിക്കുന്നത് 19 ലക്ഷം രൂപയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വാഹനം കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഇവിടെയുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന 2 വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് EQS ആണ്, ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 7000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മെഴ്സിഡീസിൻ്റെ ഒരു ഇലക്ട്രിക് വാഹനം. ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താ വെച്ചാൽ ഇതിൻ്റെ 1.5 കോടിയാണ് ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ IDV കിടക്കുന്നത്. അതേ പ്രൈസ് തന്നെയാണ് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് റോയൽ ഡ്രൈവ് ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത്യാവശ്യം
ഒരു വർത്തായിട്ടുള്ളൊരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ കിട്ടും പറയുമ്പോൾ 7000 കിലോമീറ്റർ ഓടിയുള്ള EQS, അതിന് തൊട്ടടുത്ത് GLS നിൽക്കുന്നുണ്ട്. അതും ഏറെക്കുറെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ലോ കിലോമീറ്റർ ആണ്, അതുപോലെ തന്നെ സിംഗിൾ ഓണർ ആണ്, സെയിം രീതിയിൽ തന്നെ. അതായത് 1 കോടിക്ക് അടുത്തൊക്കെയാണ് അതിൻ്റെ ഒരു ഇൻഷുറൻസ് IDV എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ആസ്കിംഗ് പ്രൈസ് തന്നെയാണ് അതിന് റോയൽ ഡ്രൈവ് ഇട്ടിട്ടുള്ളത്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് മനസ്സിലായില്ല. നമ്മൾ മൊത്തത്തിൽ ശരിക്കും അങ്ങനെ സംഭവിക്കാറില്ല. ഇൻഷുറൻസ് IDVനൊക്കെ ഒരുപാട് പ്രൈസ് കൂടുതലായിരിക്കും പ്രീ ഓൺഡ് വാഹനങ്ങൾക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു വാഹനങ്ങളാണ്, ഈ 3 വാഹനങ്ങളാണ് നമ്മളെ റോയൽ ഡ്രൈവിലേക്ക് കയറി വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് നിലവിൽ നിൽക്കുന്നതെന്ന് പറയും. ഇനി വണ്ടി ഭ്രാന്തന്മാർക്ക് ഇഷ്ടമുള്ള 2 സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ CLA AMG നിൽക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് 7 സീരീസ് M Sport നിൽക്കുന്നുണ്ട്. അത് റെയർ സാധനമാണ് കേട്ടോ, 7 സീരീസ് M Sport എന്ന് പറഞ്ഞാൽ. CLA 45 AMG ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2014 മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്. ഏകദേശം 40 ലക്ഷം രൂപയ്ക്കാണ് ആസ്കിങ് ആയിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി തോന്നിയിട്ടുള്ള ഈ ഒരു 7 സീരീസ് ആണ്. അതിൻ്റെ കളർ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് കളർ വന്നിട്ടുണ്ട്. അത് M Sportോട് കൂടി വരുന്ന മോഡലിന് റേറ്റ് ഇട്ടിട്ടുള്ള ഏകദേശം 95 ലക്ഷം രൂപയോളാണ്. 2016 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്, പെട്രോളാണ് കേട്ടോ, പെട്രോൾ വാഹനമാണ്. അപ്പോൾ ഒരു കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ റയർ സാധനമാണ്, അത്രയും വണ്ടി ഭ്രാന്തന്മാർ ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് എന്ന് പറയാം. BMW 7 സീരീസിൻ്റെ M Sport എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് S90 ഉണ്ട്. അതായത് ഇവരൊക്കെ ഒരേ കാറ്റഗറി ഉള്ളവരാണെന്ന് പറയാം വേണമെങ്കിൽ. 7 സീരീസ്, S90, അതെ S ക്ലാസ്, അപ്പോൾ ഓൾവോ S90, S ക്ലാസ്, ഇതൊക്കെ ഒരേ സെഗ്മെൻറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നവരാണ്. ഇത് M Sport ആണെന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരേ കാറ്റഗറി വരുന്ന നിരവധി വാഹനങ്ങൾ കാണാം. ഇതൊരു 5 സീരീസ് ആണ് കിടക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ആണുള്ളത്. അവിടെ നമുക്ക് GLC ആണ്, ഇത് 2 GLA കിടക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 22-23 ലക്ഷം രൂപയ്ക്കാണ്. അത് ഡീസലാണ്, ഇത് പെട്രോളാണ് വന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് നമുക്കൊരു B ക്ലാസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് ഇവോക്കാണ്. ഇവോക്കിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 43 ലക്ഷമാണ്. സെക്കൻഡ് ഓണറാണ്, ഡീസലാണ്, 2016 മോഡലാണ്. ഇവോക്കന്നെ ഇവിടെ ഒരുപാടെണ്ണം, ഞാനൊരു 3-4 എണ്ണം ഇവോക്കന്നെ എണ്ണിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഒരു GLC കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഗ്രില്ലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ചെറിയൊരു മാറ്റങ്ങളൊക്കെ മുൻവശത്ത് അവർ വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. GLC തന്നെയാണ് നമ്മൾ അവിടെ ഫസ്റ്റ് നിൽക്കുന്ന റെഡ് കളർ, സെയിം മോഡലൊക്കെ തന്നെയാണ്. അതായത് 2019 മോഡലാണ്, സെക്കൻഡ് ഓണറാണ്. 55 ലക്ഷം രൂപയ്ക്കാണ് അതിൽ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അത് മെഴ്സിഡീസിൻ്റെ ഇലക്ട്രിക് ഉണ്ടെങ്കിൽ ഓഡിയുടെ ഉണ്ട്. E-tron വന്നിട്ടുണ്ട്. E-tron നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പ്രൈസാണ് കേട്ടോ ഇതിനുള്ളത്. ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ കുറച്ച് അത്യാവശ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്കൊരു 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2021 മോഡലാണ്, സിംഗിൾ ഓണറാണ്. അതുപോലെ തന്നെ 1 CR ഒക്കെയാണ് അതിൻ്റെ ID വരുന്നത്. 92 ലക്ഷത്തിനാണ് ആസ്കിംഗ് പ്രൈസ് ഇട്ടിട്ടുള്ളത്. അതും അടിപൊളി കണ്ടീഷനിലുണ്ട്. ഞാൻ 27,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടീഷൻ അടിപൊളിയാണ് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. പിന്നെ ഒരു ലാൻഡ് ക്രൂയിസർ പരിപാടികൾ, പിന്നെ G-Wagon ഉണ്ട്, അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം വാഹനങ്ങളാണ് നിലവിൽ നമുക്ക് റോയൽ ഡ്രൈവിൽ വന്നാൽ കാണാനായിട്ട് സാധിക്കുക. 4 വീലറിൽ എന്ന് പറയണം. പിന്നെ ബൈക്ക് പരിപാടികളൊക്കെ ട്രയംഫ്, ഡ്യുക്കാറ്റി, അങ്ങനെ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ, അതായത് ഒരു പ്രീമിയം എന്നുള്ളൊരു സെഗ്മെൻറ്റിൽ നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ മോഡൽസും, അതായത് ബൈക്കിൻ്റെ 2 വീലർ സെഗ്മെൻറ്റിലെല്ലാം ഉണ്ട്. നമുക്ക് ഡ്യുക്കാറ്റി വരുന്നുണ്ട്, ട്രയംഫ് വരുന്നുണ്ട്, ഹാർലി ഡേവിഡ്സൺ വരുന്നുണ്ട്, പിന്നെ അതാ അങ്ങനെയുള്ള കാവസാക്കി വരുന്നുണ്ട്. അങ്ങനെ എല്ലാ വാഹനങ്ങളും ഉണ്ട്. ഇപ്പോൾ ഹോണ്ട 650 CBR 650 വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു മോഡലാണെന്ന് പറയാം. Z800 വന്നിട്ടുണ്ട് കാവസാക്കി. അതിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2015 മോഡലാണ്, 6,75,000 അതിൻ്റെ ഒരു പ്രൈസിങ് വന്നിട്ടുള്ളത്. പിന്നെ കൂടുതലും ബൈക്കുകൾ നമുക്ക് ആ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ട്രയംഫിൻ്റെ റോക്കറ്റ് നമുക്കിത് അവിടെ ഇരിക്കുന്നുണ്ട്, മനോഹരമായിട്ടുള്ളൊരു മോഡൽ. അതുകൂടാതെ തന്നെ ഇവിടെയാണ് ശരിക്ക് ബൈക്കിൻ്റെ കളക്ഷൻസ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ട്രയംഫ് 4 ട്രയംഫാണ് ഇവിടെ ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഏകദേശം നമുക്കൊരു 6-7 ലക്ഷം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു 12 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ BMW 310 GS ഉണ്ട്, അതുപോലെ ഡ്യുക്കാറ്റി, ഹാർലി ഡേവിഡ്സൺ, അത്തരത്തിലുള്ള പ്രീമിയം സെഗ്മെൻറ്റ് 2 വീലേഴ്സും എല്ലാ വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ഓൾറെഡി നമ്മുടെ റോയൽ ഡ്രൈവ് 2 വീലേഴ്സിന് വേണ്ടി മാത്രം എറണാകുളത്ത് ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതെന്തായാലും പൊളിക്കും, അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. കാരണം അവർ 4 വീലേഴ്സിൻ്റെ സെഗ്മെൻറ്റ് അത്തരത്തിലാണ്, വളരെ അടിപൊളി കളക്ഷൻസ് ഉണ്ടാകുന്നൊരു ഡീലറാണ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ 2 വീലറിലേക്ക്, അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ലെവൽ വാഹനങ്ങൾ ആ ഒരു രീതിയിലും കാണാം. അപ്പോൾ എന്തായാലും നിലവിൽ ഈ ഒരു Fiat 500 ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഏതെങ്കിലുമൊക്കെ വാഹനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ റോയൽ ഡ്രൈവിൻ്റെ നമ്പറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അവർ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വരും. അപ്പോൾ എന്താണ് വീഡിയോനെ കുറിച്ച് അഭിപ്രായം, Fiat 500 കുറിച്ച് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ.